ട്രോഫികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുക പിടിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ സങ്കടമാവും. അത് തൊടിക്കണം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മെഡല് കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ വീടില്ല എന്നുള്ളതാണല്ലോ വലിയൊരു സങ്കടം. എന്താണ് അത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, വലിയ സങ്കടം ഉണ്ടോ? സങ്കടം എന്ന് വെച്ചാൽ സങ്കടമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ വീടിൻ്റെ റൂമിന് തൊട്ടപ്പുറത്താണ് അടുക്കള. അപ്പോൾ ട്രോഫികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുക പിടിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ സങ്കടമാവും. അത് തൊടിക്കണം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അടുക്കളയിലല്ല, റൂമിലാണ്. റൂമിലൊരു മേശുണ്ട്. മേശൻ്റെ മേളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം പുകയൊക്കെ വരുന്നിങ്ങനെ അത് കളറ് മാറുമ്പോൾ അത് അങ്ങനെ കരി പിടിച്ചു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ സങ്കടം തോന്നും. അതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാമെന്ന് പെട്ടെന്ന് വലിയ പ്രയത്നം നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്തെങ്കിലും വരും, സ്വന്തമായിട്ട് നല്ലൊരു വീട്, വലിയ മെഡലുകള്, സ്വപ്നങ്ങൾ, അതൊക്കെ നടക്കുന്നുള്ള ഒരു പ്രതീക്ഷ. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യാറുള്ളത്. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ വർക്കൗട്ട് ചെയ്ത് നല്ല നിലയിലെത്തിക്കണം. അതൊക്കെ ആയിരുന്നു എൻ്റെ സ്വപ്നം. ഉപ്പ വല്ലാതെ കഷ്ടപ്പെടും. ഉപ്പ നല്ല കഷ്ടപ്പെടും. എന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് വേണ്ടി പൈസ ഒക്കെ ഇങ്ങനെ ചിലവാക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, നല്ല നിലയിലെത്തണം, എനിക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അന്നേരമൊക്കെ ഇങ്ങനെ ഒരു ഓടുമ്പം ഉപ്പനും ഉമ്മനും മനസ്സിൽ വരും. ഓടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ ഉപ്പക്ക് വേണ്ടി, എൻ്റെ ഉമ്മക്ക് വേണ്ടി, എനിക്ക് ഞാൻ ഒരു ഗോൾഡ് അടിച്ച് കാണുന്ന സ്വപ്നം കാണുന്നു. എല്ലാവർക്കും വേണ്ടി എനിക്കൊരു ഗോൾഡ് തരണ ദൈവമേ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ അത്രയും ഒരു കടപ്പാടുണ്ട് എൻ്റെ ഉമ്മനോട് ഉപ്പാനോട്. അവരാണ് നമ്മുടെ എല്ലാം. അവരാണ്, അവർക്ക് വേണ്ടിയാണ് ഇനി ജീവിക്കേണ്ടതും. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞോ ഫിനിഷിംഗ് പോലെ? അതുണ്ട്. പെട്ടെന്ന് ഇതില് സന്തോഷം കൊണ്ടുള്ള സങ്കടം കണ്ണു നിറയ അതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഗംഭീരമാവട്ടെ. ഒരിക്കല് വലിയ നിലയിലെത്തുമ്പോൾ വലിയ വലിയ മെഡലുകൾ നേടുമ്പോൾ ഞങ്ങൾ ഇനിയും വരും. താങ്ക് യു സാർ. സാദിഖിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ.